ഹലോ എവ്രി വൺ Q3 വേൾഡിൻ്റെ പുതിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ബർഗണ്ടി എന്ന കളറാണ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യുന്നത്. മാജിക് കളേഴ്സിൻ്റെ ബർഗണ്ടി എന്ന കളർ ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് മിക്സാക്കി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫൈനൽ കോട്ടിംഗ് ഇതേപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും നീറ്റായിട്ടും നല്ല ഷാർപ്പ് എഡ്ജിലായിട്ടുള്ള ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സൈഡിലും മുകളിലും ഒക്കെ ഈ ഒരു കളർ ക്രീം ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനാക്കി ഒന്ന് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഈ ഒരു കളറ് നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് കേക്കിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കളറ് പിങ്കിൽ നിന്നും റെഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു കളറാണ്. അപ്പോൾ നമുക്ക് ഐസിങ് നൈഫ് യൂസ് ചെയ്ത് മുകൾ ഭാഗത്ത് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡിലും ഒന്ന് സ്മൂത്താക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്രീം നമുക്ക് ഇതേപോലെ ആ ബൗളിലേക്ക് മിക്സിംഗ് ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ ഈ കേക്കിൻ്റെ മേലെ ചെയ്യാനുള്ള ഡിസൈനും നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് എക്സസ് ഉള്ളതൊക്കെ ഇങ്ങനെ മിക്സിംഗ് ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. നന്നാക്കി ഈ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു വൈറ്റ് കളർ കാണുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് വേറൊരു ഡിസൈനിൽ അത് നമുക്ക് കവറായി കിട്ടും. നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് പാരലായിട്ട് ഇങ്ങനെ കേക്കിന് 2 സൈഡിലും ആയിട്ട് ഇങ്ങനെ ടോപ്പ് മുതൽ എൻഡ് വരെ നമ്മളിങ്ങനെ ലൈൻസ് വരച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 ലൈൻസിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. ആദ്യം ഒരു ബോർഡർ ലൈൻ പോലെ വരച്ച് കൊടുത്ത് അതിൻ്റെ ഫില്ലിങ്ങിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം ഒന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ നന്നാക്കിയൊന്ന് പുറത്താവാതെ മാക്സിമം നോക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സെൻട്രലായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് ഷീറ്റ് പോലെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് പിങ്ക് കളർ കാണാത്ത രീതിയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് വിപ്പിംഗ് ക്രീം ഇട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് ഒന്നാക്കി ഒന്ന് സ്മൂത്താക്കി ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയാണ് ഈ ഒരു വൈറ്റ് കളറിൻ്റെ മേലെയാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ഒരു ഫ്ലവർ ഡിസൈനാണ്. നമ്മൾ ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ചെരിവുള്ള ഒരു നോസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോസിൽ നമ്പർ ഇതിൻ്റെ മേലെ ഇല്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നോക്കി വാങ്ങിക്കാം. ഈ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്കിട്ട് നമ്മൾ നേരത്തെ ബാക്കി വന്ന ബർഗണ്ടി കളറ് വിപ്പിംഗ് ക്രീമും വൈറ്റ് കളർ വിപ്പിംഗ് ക്രീമും 2 സൈഡിലേക്കാക്കി ഒരു ഡബിൾ ഷെയ്ഡ് ഇഫക്റ്റിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിൽ ഒരു കളറും മറ്റേ സൈഡിൽ വൈറ്റ് കളറുമാണ് നമ്മളിങ്ങനെ പൈപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡിലേക്കായിട്ട് നമ്മൾ ഡബിൾ ഷെയ്ഡിലുള്ള ഒരു നല്ലൊരു റോസറ്റാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നന്നാക്കി ഒന്ന് പ്രസ്സാക്കി ഒന്ന് പൈപ്പിംഗ് ബാഗ് ടൈറ്റാക്കി ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഒരു ഫ്ലവർ നമ്മൾ ഇതിൻ്റെ മേലെ പൈപ്പ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് സ്പേസിൻ്റെ മേലെയാണ് ഫ്ലവർ പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ മേലെയൊക്കെ പൈപ്പ് ചെയ്യുന്നത് പോലെ ഇതേപോലെ ഒരു യു ഷേപ്പിലാണ് നമ്മൾ പൈപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നിന്നും സെൻറ്ററിൽ നിന്നും തുടങ്ങി സെൻറ്ററിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലവർ ഷേപ്പിലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിന് 2 ലെയറിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ തന്നെ ഒന്നുകൂടെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു 3D ഇഫക്റ്റുള്ള ഒരു ഫ്ലവർ ആയിരിക്കും കിട്ടുക. അങ്ങനെ 4 ഫ്ലവേഴ്സാണ് ഞാനിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു ഫ്ലവർ കാണാൻ നമ്മൾ സാധാരണ സ്റ്റാർ നോസിൽ വെച്ച് പൈപ്പ് ചെയ്യുന്ന റോസറ്റിനേക്കാളും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കേക്കിൻ്റെ ബോർഡിലൊക്കെ ആദ്യം ഒന്ന് പൈപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഡബിൾ ഷെയ്ഡിലായിട്ടുള്ള ഒരു ഫ്ലവർ നമുക്കിവിടെ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ടാണ് പൈപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് കൂടെ വെച്ച് കഴിഞ്ഞ് നമുക്കൊരു ബ്ലാക്ക് ഷുഗർ ബോൾസ് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിങ്ക് ഷുഗർ ബോൾസ് ഇങ്ങനെ അവിടെ ആയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് അതിനേക്കാളും വളരെ ചെറിയൊരു വൈറ്റ് സ്പ്രിങ്കിൾസും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ കേക്കിൻ്റെ വർക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്ലിറ്റർ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇതൊരു പേൾ പൗഡർ സ്പ്രേ, അതായത് ഒരു ഗ്ലിറ്റർ സ്പ്രേ പിങ്ക് കളറിലുള്ളത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂബി കളർ ഈ ഒരു കേക്കിന് സെയിം കളറാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.